ഹായ് ഹലോ ഡിയർ വ്യൂവേഴ്സ്. ഡൂംസ്റ്റേ സിനിമയിൽ ഡോക്ടർ ഡൂമിനെ ഒരു എംപറർ ഡൂമായിട്ടാണ് കാണിക്കാൻ പോകുന്നത്. സോ ആ എംപറർ ഡൂമിനെ ഏതൊക്കെ സൂപ്പർ ഹീറോസ്, അതായത് ഇപ്പോൾ നമ്മുടെ MCUലുള്ള ഏതൊക്കെ സൂപ്പർ ഹീറോസിനായിരിക്കും ഡിഫീറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുന്നതാണ്. വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. സോ അതുകൊണ്ട് നിങ്ങൾ ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക. പിന്നെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ഏതൊക്കെ സൂപ്പർ ഹീറോസിനായിരിക്കും ഡിഫീറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് വൺ ബൈ വൺ തന്നെ നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ ഫ്രാങ്ക്ലിൻ റിച്ചർഡ്സ്. ഫാന്റാസ്റ്റിക് ഫോർ ടീമിലെ റിച്ചർഡ്സിനും സൂ സ്റ്റോമിന്റെ മകനായ ഫ്രാങ്ക്ലിൻ റിച്ചർഡ്സിനും നമ്മുടെ ഡോക്ടർ ഡൂമിനെ സിംപിളി തന്നെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റും. അവനെ കാണാൻ ജസ്റ്റ് ചെറിയ കുട്ടിയെ പോലെ തോന്നും, പക്ഷെ ഫ്രാങ്ക്ലിൻ റിച്ചർഡ്സ് വിചാരിച്ച ഡൂമിനെ ഒരു സെക്കൻഡിൽ തന്നെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റും. ഈ ഫാന്റാസ്റ്റിക് ഫോർ സിനിമയിൽ എടുത്തു നോക്കിയാൽ ഈ മരിച്ചുപോയ സൂ സ്റ്റോമിനെ തിരിച്ച് നമ്മുടെ ഫ്രാങ്ക്ലിൻ റിച്ചർഡ്സ് ജീവനോടെ കൊണ്ടുവരും. സോ അത്രയ്ക്ക് ഒമേഗ ലെവൽ മ്യൂട്ടന്റ് ആണ്. കോമിക്കിൽ നിങ്ങൾ നോക്കിയാൽ അത്രയ്ക്ക് പവേഴ്സ് ഉണ്ട് ഫ്രാങ്ക്ലിൻ റിച്ചർഡ്സിന്. സോ മൂവീസിലും അതേപോലെ അത്രയ്ക്ക് ഓവർ പവർഡ് ആയിട്ട് കാണിക്കുമെന്നാണ് ലീക്സ് ഒക്കെ പറയുന്നത്. സോ അത്രയ്ക്ക് ഓവർ പവർ ഉണ്ട് നമ്മുടെ ഫ്രാങ്ക്ലിൻ റിച്ചർഡ്സിന്. സോ ആ പവേഴ്സിന് വേണ്ടിയായിരിക്കണം ഫാന്റാസ്റ്റിക് ഫോറിന്റെ മറ്റേ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ഡോക്ടർ ഡൂം ഫ്രാങ്ക്ലിൻ റിച്ചർഡ്സിനെ കാണാൻ വന്നത്. സോ അവന്റെ ആ പവർ നമുക്ക് ഡോക്ടർ ഡൂമിനെ എടുക്കാൻ സാധിക്കും. എടുത്താൽ നല്ല ഓവർ പവർഡ് ആയിരിക്കും. പക്ഷെ ഫ്രാങ്ക്ലിൻ റിച്ചർഡ്സിനെ കൊല്ലാൻ പറ്റും. പക്ഷെ ഫ്രാങ്ക്ലിൻ റിച്ചർഡ്സ് അങ്ങനെ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. ബിക്കോസ് കോമിക് നിങ്ങൾ നോക്കിയാൽ ഇവര് തമ്മിലുള്ള ഒരു റിലേഷൻ ഒരു ഫാദർ ആൻഡ് സൺ റിലേഷൻ പോലെയാണ് ഇരിക്കുന്നത്. ഫ്രാങ്ക്ലിൻ നമ്മുടെ ഡോക്ടർ ഡൂമിനെ തന്റെ ഗോഡ് ഫാദർ ആയാണ് കാണുന്നത്. ഒരു സ്റ്റോറിയിൽ ഫ്രാങ്ക്ലിന് പവേഴ്സ് എല്ലാം നഷ്ടപ്പെടും. സോ ആ പവേഴ്സിന് വേണ്ടി ഫ്രാങ്ക്ലിൻ റിച്ചർഡ്സ് ഡൂമിന്റെ അടുത്താണ് ഹെൽപ്പ് ചോദിച്ചു പോയത്. സോ അങ്ങനെ ഡൂം പവേഴ്സ് ഒക്കെ തിരിച്ചെടുത്ത് വേറൊരു സ്റ്റോറി നോക്കുമ്പോൾ അഡോപ്റ്റ് ചെയ്ത് വളർത്തിയിട്ടുണ്ട് സ്വന്തം മകനെ പോലെ. സോ അങ്ങനെയൊക്കെയാണ് ഇവര് തമ്മിലുള്ള റിലേഷൻസും ബോൺസ് ഒക്കെ. സോ ചിലപ്പോ അതുകൊണ്ട് മിക്കവാറും ഡൂമിനെ കൊല്ലാൻ സാധ്യതയില്ല. പക്ഷേ സീക്രട്ട് വാർസിൽ ചിലപ്പോൾ ഫ്രാങ്ക്ലിന്റെ ഹെൽപ്പ് വെച്ചായിരിക്കും അവർ ഡൂമിനെ ഡിഫീറ്റ് ചെയ്യാൻ പോകുന്ന പറയാൻ പറ്റത്തില്ല. അത് നമുക്ക് സീക്രട്ട് വാർസ് കണ്ടാലേ മനസ്സിലാവും. പക്ഷെ അവൻ വിചാരിച്ച് അവന് ഒരു സെക്കൻഡിൽ ഉറപ്പായിട്ട് ഡൂമിനെ കൊല്ലാൻ പറ്റും. ഓക്കെ, സെക്കൻഡ് ഓപ്ഷൻ, അതായത് രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം ആർക്കാണ് നമ്മുടെ ഡൂമിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. സോ തോറാണ് രണ്ടാമത്തെ ഓപ്ഷൻ. പക്ഷെ സിംപിളി നമ്മുടെ ഡോക്ടർ ഡൂമിനെ തോറിന് കൊല്ലാൻ സാധിക്കില്ല. അതായത് ഡോക്ടർ ഡൂം ഒരു പ്ലാനും ഇല്ലാതെ വെറുതെ ഒരു മുറിക്കകത്ത് ഇരിക്കുകയാണെങ്കിൽ തോറിന് ആ സമയം ഒരു പ്ലാനും ഇല്ലാതിരിക്കുന്ന ഡോക്ടർ ഡൂമെ ആ സമയം ഇറങ്ങി നമ്മുടെ സ്റ്റോം ബ്രേക്കറും മ്യോൾനിയറൊക്കെ കൈ കാണുമല്ലോ. സോ അങ്ങനെ തോറിന് ഡോക്ടർ ഡൂമിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഡോക്ടർ ഡൂം പ്ലാനോടെയാണ് ഇരിക്കുന്നതെങ്കിൽ സോ തോറിന് ഡോക്ടർ ഡൂമിനെ ഡിഫീറ്റ് ചെയ്യാൻ ടഫ് തന്നെയായിരിക്കും. പക്ഷെ ഫൈറ്റിംഗ് സ്കില്ലൊക്കെ നോക്കിയാൽ ഫൈറ്റിംഗ് സ്കില്ല് വെച്ച് പവേഴ്സ് മാറ്റിയിട്ട് ഫൈറ്റിംഗ് സ്കില്ല് വെച്ച് നോക്കിയാൽ തോറിന് സിംപിളി ഡോക്ടർ ഡൂമിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ കറക്റ്റ് ആയിട്ട് ഒരു പ്ലാൻ ഇട്ടാൽ ഡോക്ടർ ഡൂമിനെ തോറിനെ ഒരു സെക്കൻഡിൽ തന്നെ കൊല്ലാൻ പറ്റും. ബിക്കോസ് ഡോക്ടർ ഡൂം അത്രയ്ക്ക് ഇന്റലിജന്റ് ആണ്. ഇതുപോലെ വേറൊരു സ്റ്റോറിയിൽ, അതായത് കോമിക്കിൽ വേറൊരു സ്റ്റോറിയിൽ നോക്കിയാൽ ഡോക്ടർ ഡൂം ഗോസ്റ്റ് റൈഡറിന്റെയും ഡോക്ടർ സ്ട്രെയിഞ്ചിന്റെയും പവർ എടുത്തിട്ട് റൂൺ കിങ് തോറിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ പോകും. സോ ആ ഫൈറ്റ് ഒരു 99 വർഷത്തേക്ക് നീണ്ടു നിന്നാണ് കോമിക്സിലുള്ള സ്റ്റോറീസ്. പക്ഷെ റൂൺ കിങ് തോറിനെ ഒന്നും നമുക്ക് ഡൂംസ്റ്റേ കാണാൻ സാധിക്കില്ല. ചിലപ്പോൾ സീക്രട്ട് വാർസിൽ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. സോ ഡൂംസ്റ്റേയിൽ ഡോക്ടർ ഡൂം കറക്റ്റ് ഒരു പ്ലാനുമായിട്ടാണ് വരുന്നത്. സോ അത്രയ്ക്ക് പ്ലാനോടുകൂടി വരുന്ന ഡോക്ടർ ഡൂമിനെ തോറിന് ഡിഫീറ്റ് ചെയ്യാൻ നല്ല ടഫ് തന്നെയായിരിക്കും. സോ മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം, അതായത് സെൻട്രി. ഓക്കെ, സെൻട്രി വളരെ ഓവർ പവർഡ് ആണ്. ഒരു തൗസൻഡ്സ് ഓഫ് സണ്ണിന്റെ പവർ സെൻട്രിക്കകത്തുണ്ടെന്ന് കോമിക്സിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സിനിമയിൽ അതുപോലെ കൊണ്ടുവരുമെന്നറിയില്ല. പക്ഷെ സെൻട്രി സിനിമയിൽ നല്ല രീതിക്ക് തന്നെ പവർഫുൾ ആണ്. ഡോക്ടർ ഡൂം മിസ് സെൻട്രി എന്ന ഫൈറ്റ് വന്നാൽ സിംപ്ലി സെൻട്രിക്ക് നമ്മുടെ ഡോക്ടർ ഡൂമിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ പിച്ച് എറിയാൻ പറ്റും. ഇതുപോലെ കോമിക്കിൽ ഒരു സ്റ്റോറി നോക്കിയാൽ നമ്മൾ ഡോക്ടർ ഡൂമിനെ സെൻട്രി കണ്ടുതുണ്ടമായി വെട്ടിയിട്ടിട്ടുണ്ട്. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് അത് ഒറിജിനൽ ഡോക്ടർ ഡൂം അല്ല, ഡൂം ബോട്ട് എന്ന് പറയുന്ന ഒരു റോബോട്ടാണ്. അതായത് ഡോക്ടർ ഡൂമിനെ ഉണ്ടാക്കിയിട്ട ഒരു ക്ലോൺ റോബോട്ട്. പിന്നെ നമ്മുടെ ഇന്റലിജന്റ് ആണ് ഡോക്ടർ ഡൂം. ഇന്റലിജന്റ് ആൻഡ് ഈസിലി തന്നെ സെൻട്രിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. സെൻട്രി മെന്റലി സ്ട്രോങ് അല്ല, നിങ്ങൾക്ക് അറിയാം, സിനിമ കണ്ടാലും മനസ്സിലാവും. മിക്കവർക്കും ഈസിലി തന്നെ മാനിപ്പുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും സെൻട്രിനെ. സോ സെൻട്രിനെ തന്റെ വെപ്പണായിട്ട് തന്നെ യൂസ് ചെയ്യാൻ ഡോക്ടർ ഡൂം വിചാരിച്ചാൽ കഴിയും. സോ നെക്സ്റ്റ് ഓപ്ഷൻ നോക്കിയാൽ സ്കാർലെറ്റ് വിച്ച്. സ്കാർലെറ്റ് വിച്ച് അതായത് വാണ്ടയുടെ ഫുൾ പവർ ഇറക്കി നമ്മുടെ ഡോക്ടർ ഡൂമിനെ ഡിഫീറ്റ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ ഇപ്പോൾ വാണ്ട മരിച്ചു. അതായത് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് സിനിമയിൽ തന്നെ നിങ്ങൾ കണ്ടു കാണും, വാണ്ട ഇപ്പോൾ ജീവനോടെ തന്നെ ഇല്ല. പക്ഷേ ഡൂംസ്റ്റേ സിനിമയിൽ വാണ്ടനെ ജീവനോടെ കൊണ്ടുവരുന്നത് ഡോക്ടർ ഡൂം എന്നൊക്കെയാണ് റൂമേഴ്സ് ഉള്ളത്. സോ ജീവനോടെ കൊണ്ടുവന്നതിന് ഹെൽപ്പായിട്ട് ചിലപ്പോൾ വാണ്ട ഡോക്ടർ ഡൂമിന്റെ ടീമിൽ തന്നെ നിൽക്കുമെന്നാണ് റൂമേഴ്സ് ഒക്കെ ഉള്ളത്. പക്ഷെ അങ്ങനെ നിൽക്കാതെ വാണ്ട നമ്മൾ അവഞ്ചേഴ്സിന്റെ കൂടെയാണ് നിൽക്കുന്നതെങ്കിൽ ചിലപ്പോൾ തന്റെ മാജിക് പവേഴ്സ് ഒക്കെ വെച്ച് മൈൻഡൊക്കെ കൺട്രോൾ ചെയ്ത് നമ്മുടെ ഡോക്ടർ ഡൂമിനെ ഈസിലി തന്നെ വാണ്ടയ്ക്ക് കൊല്ലാൻ സാധിക്കും. പക്ഷെ വാണ്ട അങ്ങനെ നിൽക്കുമോന്നും ഡൗട്ട് ഉണ്ട്. പിന്നെ എക്സ്മെൻ ടീമുണ്ട്. എക്സ്മെൻ ടീം ഡൂംസ്റ്റേ വരുമെന്ന് നിങ്ങൾക്ക് അറിയാലോ. എക്സ്മെൻ ടീമിൽ നമ്മുടെ മാഗ്നീറ്റോയ്ക്ക് ഈസിലി തന്നെ മാഗ്നറ്റ്സ് ഒക്കെ വെച്ച് നമ്മുടെ ഡോക്ടർ ഡൂമിനെ കൊല്ലാൻ പറ്റും. ഡോക്ടർ ഡൂമിന്റെ ആർമർ തന്നെ മാഗ്നറ്റിക് ഇത് വെച്ചൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഡോക്ടർ ഡൂമിന് ആന്റി മാഗ്നറ്റിസം അങ്ങനെ ഒരു മിഷൻ കണ്ടുപിടിച്ച് നമ്മുടെ മാഗ്നീറ്റോനെയും ഈസിലി ഡിഫീറ്റ് ചെയ്യാൻ പറ്റും. സോ അതൊരു ഇതാണ്. ഇപ്പൊ നോക്കിയപ്പോ ആർക്കും നമ്മുടെ ഡൂമിനെ തൊടാൻ പറ്റാത്ത രീതിക്ക് ഡൂം പവർഫുൾ ആണ്. സോ സീക്രട്ട് വാർസിൽ എങ്ങനെയായിരിക്കും ഡൂമിനെ കൊല്ലാൻ പോകുന്നതെന്ന് അറിയില്ല. അത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. സോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. സോ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ കാണുന്നവരെയും ബൈ ബൈ.